ഇതിപ്പോ പോവൂലേ ഇങ്ങനെ നീളാക്കത പോവൂലേ? ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങള് സെലൂൺ ഡേറ്റ് ആണ് അല്ലേ? ഇവര് മാവാട്ടി ആവാൻ പോണ ദിവസം. നീ എന്താ ചെയ്യാൻ പോണേ? ഞാൻ ഫേസ് ചെയ്യാൻ പോണു. ഇവിടെ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ, അത് പിന്നെ ഇവിടെ മുടി വെട്ടാൻ പോകും. ഞാനും മുടി വെട്ടാൻ പോകുന്നു. ഹെയർ കളറും ചെയ്യുന്നുണ്ട്. കുറെ നാളായി മുടിയൊക്കെ വെട്ടിയിട്ട്. എനിക്ക് തോന്നുന്നു 2023 മെയിലാണ് ഞാൻ വെട്ടിയത്. ഇപ്പോൾ 1.5 വർഷമായി ഞാൻ മുടി വെട്ടിയിട്ട്. നല്ലോണം ലെങ്ത് വെച്ചിട്ടുണ്ട്. ലെങ്ത് കളയില്ല, ഇതാവും എനിക്കറിയാൻ പാടില്ല. ലോങ് ഹെയർ ആണ് വെട്ടാന്ന് വിചാരിച്ചിരിക്കുന്നത്. പ്ലസ് കർട്ടൻ ബാങ്ക്സും ഫേസ് ഫ്രെയിമിങ്ങും ആണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. കുറേ നാളായി മുടി വെട്ടിയിട്ട്. അതുകൊണ്ട് ഒരു ടെൻഷൻ, നല്ലതായിരിക്കുമോ നല്ലല്ലേ എന്നൊക്കെ ഓർത്തിട്ട്. 1.5 വർഷമായല്ലോ, അതുകൊണ്ടാവും. ഇപ്പോൾ ഞാൻ വെട്ടാൻ കാരണം എല്ലാം ഈ മുടി ചുരിദാറിന് മാത്രമേ പോകണമെന്ന് മിണ്ടാതിരിക്കും. ഞാനോട് ഒരു കാര്യം പറയാം. അതെ, അതുകൊണ്ട് തന്നെ ജീൻസിൻ്റെ ഒപ്പിടുമ്പോൾ ഒരു ഫ്രീക്നെസ് കിട്ടണില്ല. അതുകൊണ്ടാണ് ഗൈസ്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ ട്രൈബിലാണ് പോണത്. ആലുവ ട്രൈബിലാണ് പോണത് ഗൈസ്. ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ ഗൈസ്. ഇതിലാണ് ഞാൻ പണിയാൻ പോകുന്നത്. ഇതാണ് കല്ലിൻ്റെ ഹെയർ. അപ്പം ഇതെങ്ങനെയാവും നോക്കാം. എങ്ങനെയാണ് എന്തൊരു കുളിക്കല്ലത് ഗൈസ്. ഞങ്ങൾ പോണേണ്. ഞങ്ങൾ ഇന്നൊരു വെറൈറ്റിക്ക് ബസ്സിന് പോകുന്ന. പക്ഷെ കുറേ നാളായില്ലേ പോയിട്ട് ഗൈസ്. ഞങ്ങൾക്ക് 2 ആൾക്കും പനിയാണ് ഗൈസ്. പനിയല്ല, ചെറിയൊരു ജലദോഷവും അതെ, പ്രായമൊക്കെ ആയില്ലേത്. ഓക്കെ ഗൈസ്, ഞങ്ങൾ മുടി വെട്ടിയിട്ട് സുന്ദരികളായിട്ട് വരാം. ദൈവത്തെ അറിയാം ഗൈസ്. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇത് മേളിലെങ്ങനെ കയറും പറഞ്ഞൂടാ. ഇല്ല. ഹായ് ഗൈസ്, ഞങ്ങൾ ഇനി ഈ കോലത്തിലായിരിക്കില്ല വരുന്നത്. അടിപൊളിയായിട്ട് വരും അല്ലേ? അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ആലുവയിലുള്ള ട്രൈബ് ഫാമിലി സലൂണിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് സ്ഥലം ശരിക്കും വരുന്നത് ആലുവ മാർക്കറ്റ് റോഡിലാണ്. അടിപൊളി ആംബിയൻസ് ഉണ്ട്. ആംബിയൻസ് വെറുതെ കിഡിലനാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ലക്ഷറി ഫീലാണ് കേട്ടോ നമുക്ക് ഉണ്ടാവുക. പക്ഷേ ലക്ഷറി ഫീലാണെങ്കിലും തന്നെ ഇവരുടെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ അതിലും അടിപൊളിയാണ്. പിന്നെ അതേപോലെ റേറ്റും വലിയ കാര്യമായിട്ട് റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സാധാ സലൂണിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള റേറ്റും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹെയർ കളറാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ കളറാണ് കേട്ടോ നോക്കി വെച്ചിരിക്കുന്നത്. പിന്നെയാണ് ഞാനൊരു റെഡ് കളർ കണ്ടത്. ഈ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ചെയ്തത് മറ്റേ കളറാണ് കേട്ടോ. അത് എങ്ങനെയാണ് റിസൾട്ട് എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ആ റെഡ് കളർ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി ഭയങ്കര ബ്ലാക്ക് ഹെയർ ആണ്. അപ്പോൾ ഇത് ശരിക്കും കാണില്ല. അതുകൊണ്ടാണ് കുറച്ച് നല്ല ബ്രൈറ്റ് കളർ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഒട്ടും ഹെയറിൽ കാണില്ല. അപ്പോൾ ആദ്യം തന്നെ അവർ എൻ്റെ ഹെയർ അനലൈസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കളറാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഹെയർ കട്ടിങ് കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം ഹെയർ കളറാണ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ മെയിനായിട്ട് പറയാനുള്ളത് ബ്ലീച്ച് ചെയ്യില്ല കേട്ടോ. ബ്ലീച്ച് ചെയ്യാണ്ടാണ് നമ്മൾ ഹെയർ കളർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഡാമേജും വരില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എനിക്ക് അത് ഹെയർ കളർ ഇട്ടതിന് ശേഷം ഒരു 35 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ക്രിസ്മസ് ആയിട്ട് അവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മെയിനായിട്ട് പറയാനുള്ളത്, ഇതൊരു നോൺ സ്പോൺസേർഡ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ദേ അപ്പോഴേക്കും കല്ലുവിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞേ. ഇതാണ് അവിടെ ഹെയർ കേസ്. കല്ലു
അപ്പോൾ നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഹെയർ കട്ടിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ലോങ് ലെയർ ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ കുറേ ലെയറൊക്കെ അടിച്ചതാണെന്നും പറഞ്ഞാണ് എന്നെ ഇരുത്തിയിരിക്കണത്. അടിപൊളിയായിട്ട് ചെയ്ത് തന്നു കേട്ടോ, നല്ലായിരുന്നു. എൻ്റെ വെട്ടിയ മുടിയാണ് കിടക്കുന്നത്. എനിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. എന്ന് വെച്ചാൽ ഇത്രയും നാൾ മുടി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അത് വെട്ടി പോയപ്പോൾ എന്തോ ഒരു വിഷമം. എന്നാലും നല്ല ഭംഗിയിൽ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ ഹെയർ കട്ടും ഹെയർ കളറിങ് ഒക്കെ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. പിന്നെ എൻ്റെ കളറ് ഞാൻ ചെയ്തിരിക്കുന്നത് ഹൈലൈറ്റ്സ് ആണ്. 25 സ്ട്രീക്സ് ഹൈലൈറ്റ്സ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ 25 ചെയ്തില്ലെങ്കിൽ അത്രയും വിസിബിൾ ആയിട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 25 സ്ട്രീക്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ പെർ സ്ട്രീക്സ് വരുന്നത് 99 ആണ്. പിന്നെ നമ്മൾ ഹെയർ കട്ടും ഹെയർ കളറിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ മസ്റ്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ ഹെയർ കട്ടും ഹെയർ കളറിങ്ങും കഴിഞ്ഞു. പിന്നെ കല്ലുവിൻ്റെ ഹെയർ കട്ടും കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്, അവിടെ മറന്നു പോരുതല്ലോ, അവിടെ ഫേഷ്യലിന് കയറിയേക്കാണ്. അപ്പൊ അതും പോയി നോക്കാട്ടോ. ഫേഷ്യലിന് കയറിയേക്കാണ്. ഞങ്ങളുടെ ഹെയർ കട്ട് എങ്ങനെയുണ്ട്? ഹെയർ കളർ ചെയ്തു. ഹെയർ കളർ ഹൈലൈറ്റ്സ് ആണ് ചെയ്തത്. ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ട്. ഹലോ, ഇഷ്ടമായി. സോന ഫേഷ്യൽ ചെയ്യാൻ കയറിക്കാണ്, ഇറങ്ങിയിട്ടില്ല. തുറക്കാൻ പറ്റില്ല, നോക്കിയിട്ട് പോയി. സോനയെ കൂട്ടിയിട്ട് ആട്ടാണ്ടിരുന്നേ. ഗൈസ്, അപ്പോൾ അതേ ഞങ്ങളുടെ എല്ലാം ടണ്ണായിട്ടുണ്ട്. മുടി വെട്ടി, സോന ഹെയർ ഫേഷ്യൽ ചെയ്തു. ഏത് ഫേഷ്യലായിരുന്നു? ഇൻസ്റ്റാഗ്ലോ ഫേഷ്യലാണ് ചെയ്തത്. അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബൈ ബൈ പറയൂ. Bye. Much later. കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയുണ്ട്? നല്ലാണ്, ഇഷ്ടമായോ? ഇതിപ്പോ പോവൂലേ, ഇങ്ങനെ നീളാക്കതൊക്കെ പോവൂലേ? എന്നാലും ഇഷ്ടായോ? എനിക്കിഷ്ടായി. അമ്മയ്ക്ക് അമ്മയുടെ അഭിപ്രായം പറ. ഇഷ്ടായോ? അമ്മക്ക് മുടി എപ്പോഴും വളർത്തി എണ്ണയൊക്കെ ഇട്ട്. നിങ്ങൾ തിരിഞ്ഞേ ഗൈസ്, രണ്ടുപേരും ഇരട്ട പറ്റ മക്കളെ പോലെയുണ്ട്. ഓക്കെ അമ്മ, ബൈ. ബൈ 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 ബൈ. അയ്യോ, ക്യാമറയിൽ ഇങ്ങനെ